നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലെ 3-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ പാഠമായ ഊഞ്ഞാലിൽ എന്ന കവിതയുടെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ആദ്യത്തെ ചോദ്യം പ്രകാരമാണ്: കാലം പോകെ കൂടുതൽ ദൃഢവും ആഹ്ലാദപ്രദവുമായി തീരുന്ന ദാമ്പത്യ ബന്ധത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഊഞ്ഞാലിൽ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലം പോകെ കൂടുതൽ ദൃഢവും ആഹ്ലാദകരവുമായി തീരുന്ന ദാമ്പത്യ ബന്ധത്തിന്റെ ആവിഷ്കാരം തന്നെയാണ് ഊഞ്ഞാലിൽ എന്ന കവിത. അതില് യാതൊരു മാറ്റവുമില്ല. ഊഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടും ആടുന്ന പോലെയാണ് ഈ കവിതയും. അതായത് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുന്ന ചിന്തകൾ വർത്തമാനകാലവുമായി താരതമ്യം ചെയ്ത് ഒരു പുതിയ അനുഭൂതിയുടെ ലോകം തന്നെ നമ്മുടെ മുൻപിൽ തുറന്നു വെക്കുകയാണ്. നര ബാധിച്ചവരാണെങ്കിലും ജീവിതോത്സവത്തിന്റെ ആ നാളുകൾ, നല്ല നാളുകള് അവരുടെ ആ ഭാര്യാഭർത്താക്കന്മാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചിരിക്കുന്ന ഭൂമിയെ പോലെ ഇവിടെ വൃദ്ധ ദമ്പതികളും ചിരിക്കുകയാണ്. മാവ് പൂക്കുമ്പോൾ പഴയ വിധുകാലം അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. അന്നത്തെ ആ തിരുവാതിര രാവിന്റെ സ്മൃതികൾ, അതും അവരെ വളരെയധികം സന്തോഷഭരിതരാക്കുന്നു. നിലാവിനോടൊപ്പം ചില ആഗ്രഹങ്ങളും കൂടെ കവിയുടെ മനസ്സിലേക്ക് കടന്ന് ചെല്ലുകയാണ്. വലിയ ദുഃഖത്തിലും ജീവിതോത്സവത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു നാടാണ് അത്. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സ്നേഹത്തിന് ഒരിക്കലും വയസ്സാവുന്നില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. അപ്പോൾ ആ നരകലർന്ന ആ വൃദ്ധയായ ഭാര്യ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു ശകുന്തളയെ പോലെ, കണ്വ മഹർഷിയുടെ മകളെ പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. മാലിനി നദീതീരത്തെന്നതുപോലെ അവര് സന്തോഷിക്കുകയാണ്. മർത്യജന്മത്തിൽ സ്ഥിരമായത് ഇത്തരം ചില മുഹൂർത്തങ്ങളും നിമിഷങ്ങളുമാണ്. പിൽക്കാലത്തേക്ക് നമുക്ക് ഓർക്കാനും സന്തോഷിക്കാനുമുള്ളത് ഇത്തരം ചില നിമിഷങ്ങൾ മാത്രമാണ് എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. അതിൽ ചിലതാണ് ഈ ഊഞ്ഞാലാടുന്ന സന്ദർഭം എന്നും കൂടി പറഞ്ഞാണ് കവി അവസാനിപ്പിക്കുന്നത്. സ്നേഹത്തിന് ഒരിക്കലും പ്രായമാകുന്നില്ല. നരബാധിക്കുമ്പോഴും ആ സ്നേഹം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ഭൗതികമായ പുറമേ ഉള്ള ആ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രം ആശ്രയിക്കുന്ന സ്നേഹമല്ല. അത് വളരെ ആത്മീയമായ ഒരു സ്നേഹമാണ് ആ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കാലം കടന്നു പോകുമ്പോഴും ആ സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. ജീവിതം കൂടുതൽ കൂടുതൽ മധുരതരമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പ്രായം മനസ്സിനെ ബാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു കവിതയായിട്ട് ഇത് മാറുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കാലം പോകെ പോകെ കൂടുതൽ കൂടുതൽ ദൃഢമാകുന്നതാണ് ദാമ്പത്യം, യഥാർത്ഥ സ്നേഹം എന്ന് കൂടെ കവി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അടുത്ത ചോദ്യം: നിയമം നിറവേറ്റലെത്ര ഈ ദാമ്പത്യത്തിൽ? നയം എത്രയാണ്? അഭിനയം എത്രയാണെന്നോ? കണ്ണീർപ്പാടം എന്ന വൈലോപ്പിള്ളിയുടെ ഒരു കവിതാഭാഗം തന്നെയാണ്. മുകളിൽ കൊടുത്തിട്ടുള്ള കാവ്യഭാഗത്തിലെ ജീവിത ദർശനം തന്നെയാണോ ഊഞ്ഞാലിൽ എന്ന കവിതയിലും വൈലോപ്പിള്ളി ആവിഷ്കരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പം കണ്ണീർപ്പാടം ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു കവിത തന്നെയാണ്. ദാമ്പത്യ ബന്ധത്തിലെ അകൽച്ചയാണ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. നിർദ്ദയ ലോകത്തിൽ നാം ഇരുപേര് ഒറ്റപ്പെട്ടോർ, അത്രയുമല്ല തമ്മിൽ തമ്മിലും ഒറ്റപ്പെട്ടോർ, പിറക്കാതിരുന്നെങ്കിൽ പാരിൽ നാം സ്നേഹിക്കുവാൻ വെറുക്കാൻ തമ്മിൽ കണ്ടുമുട്ടാതെ ഇരുന്നെങ്കിൽ എന്ന് കവി ഈ കവിതയിൽ, ഈ കണ്ണീർപ്പാടം എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെ വിപരീതമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ സ്നേഹത്തിന്റെ വളർന്ന് മുന്നോട്ട് പോകുന്തോറും വളരുന്ന ആ സ്നേഹത്തെയാണ്, ദൃഢമാകുന്ന സ്നേഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ കണ്ണീർപ്പാടം എന്ന കവിതയിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഊഞ്ഞാലിൽ എന്നുള്ള കവിതയിലെ സ്നേഹം. ഭൂതകാലവും വർത്തമാനകാലവും ഇടകലർന്ന് സൃഷ്ടിക്കുന്ന സ്നേഹത്തിന്റെ ഒരു പുതിയ ലോകം തന്നെ നമുക്ക് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ കാണാൻ കഴിയുന്നുണ്ട്. ജീവിതമാകുന്ന കണ്ണീർപ്പാടം നീന്തിക്കിടക്കുന്ന ദമ്പതികൾ ആണ് കണ്ണീർപ്പാടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനു പകരം ജീവിതത്തെ ഒരു ഉത്സവമായി കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷവും പിന്നീട് ഓർത്ത് സന്തോഷിക്കാനുള്ളതാണ് എന്ന് കരുതുന്ന ദമ്പതികളെയാണ് നമുക്ക് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അനശ്വര ജീവിതത്തിന്റെ ഒരു ഗാനം പാടിക്കൊണ്ടാണ് ആ കവിത തന്നെ അവസാനിക്കുന്നത്.
അടുത്ത ചോദ്യം, കവിതയിൽ ഒരർത്ഥമല്ല അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാഗ്ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത്. ഒരേ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന വിമാനവും തിരുവാതിര നക്ഷത്രവും ഏതേത് അർത്ഥസാധ്യതകളിലേക്കാണ് നയിക്കുന്നത്? മേൽക്കൊടുത്ത പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ തന്നെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ അനേകം അർത്ഥസാധ്യതകൾ തുറന്നിടുന്ന കവിതകളാണ് വൈലോപ്പള്ളിയുടേത്. ഒരേ ആകാശത്ത് തന്നെയാണ് പോർവിമാനം ചുറ്റിത്തിരിയുന്നതും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം മിന്നിത്തിളങ്ങുന്നതും. പച്ചയും ചുവപ്പുമായി പോരിൻ വേട്ടപ്പക്ഷികൾ പോലെ ആണ് യുദ്ധവിമാനങ്ങൾ പറന്നു പോകുന്നു എന്നാണ് കവി പറയുന്നത്. അത് വലിയ അപകടത്തിന്റെയും വിനാശത്തിന്റെയും ദുരന്തത്തിന്റെയും ഒക്കെ ഒരു ചിഹ്നമായിട്ടാണ് നമുക്ക് ആ യുദ്ധവിമാനത്തെ കാണാൻ സാധിക്കുള്ളത്. മരണത്തിന്റെ ചിഹ്നമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തിരുവാതിര നക്ഷത്രമാകട്ടെ ജീവിതത്തിന്റെയും ഒരു സന്തോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ആ തിരുവാതിര നക്ഷത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം നാശത്തിനും ദുഃഖത്തിനും യുദ്ധത്തിനും പകരം സ്നേഹത്തിന്റെ നക്ഷത്രത്തെയാണ് നമുക്കിവിടെ കവി കാണിച്ചു തരുന്നത്. പോർവിമാനം എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ ഒരു ദുസ്വപ്നം തന്നെയാണ്. എന്നാൽ തിരുവാതിര തീക്കട്ട പോലെ ശോഭിക്കുക എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ലോകത്തെയാണ് നമുക്ക് തുറന്ന് കാട്ടുന്നത്. അപ്പം മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ആണ് തിരുവാതിര എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധത്തിനപ്പുറത്ത് ഉള്ള ഒരു സ്നേഹത്തിന്റെ ലോകത്തെയാണ് നമുക്ക് കവി കാണിച്ചു തരുന്നത്. ജീവിതത്തിന്റെ രണ്ട് മുഖങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് ഒരു ദുരന്തത്തിൻ്റെതും മറ്റൊന്ന് സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെതുമാണ്. അപ്പം ഒരേ ഭൂമിയിൽ തന്നെ സന്തോഷവും ദുഃഖവും ഒരുപോലെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കൊലക്കുടുക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിയും എന്ന അരനൂറ്റാണ്ട് മുമ്പത്തെ ദർശനം വർത്തമാനകാലത്തും പ്രസക്തമാണ്. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അടുത്ത ചോദ്യം. മനുഷ്യന്റെ നന്മയിലും പുരോഗതിയിലും വിശ്വസിക്കുന്ന കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അദ്ദേഹം ജീവിതത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കവിയാണ്. ഹാ വിജുഗീഷു മൃത്യുവിൻ നാമോ, ജീവിതത്തിന്റെ കൊടിപ്പടം താഴ്ത്താൻ എന്ന് അദ്ദേഹം തൻ്റെ കവിതയിൽ ചോദിക്കുന്നുണ്ട്. അതായത് എല്ലാത്തിനെയും കീഴടക്കുന്നതാണല്ലോ മരണം എന്ന് പറയുന്നത്. പക്ഷേ ജീവിതത്തിന്റെ പൊടിപ്പടം താഴ്ത്താൻ അതിന് സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ഒരിക്കലും സാധിക്കുന്നതല്ല. അപ്പോൾ ഊഞ്ഞാലിൽ എന്ന കവിതയിലും നമുക്ക് ഈ ഒരു സമഗ്രത ദർശനം തന്നെയാണ് കാണാൻ കഴിയുന്നത്. കയറിന്റെ ഉപയോഗം പലതാണ്. ആത്മഹത്യ ചെയ്യുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മരണം വിധിക്കപ്പെട്ടവർക്കൊക്കെ കയറെന്ന് പറയുന്നത് മരണത്തിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ ആ കയർ നമുക്ക് ഊഞ്ഞാലായി ഉപയോഗിക്കാൻ കഴിയും എന്ന് പറയുന്ന കവിയാണ് വൈലോപ്പള്ളി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ കവിയുടെ കാഴ്ചപ്പാടിന് നമുക്ക് വേറൊരു മാനം തന്നെ ഉണ്ടാവുന്നുണ്ട്. മരണത്തിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണല്ലോ യുദ്ധകാലം എന്ന് പറയുന്നത്. അവിടെ ആ സന്ദർഭത്തിലാണ് ജീവിതാനുഭവങ്ങളുടെ അല്ലെങ്കിൽ അനശ്വര ഗാനം പാടാൻ അദ്ദേഹം തയ്യാറാവുന്നത്. അപ്പോൾ ആ കയർ കൊണ്ടുള്ള ഉപയോഗത്തെ അദ്ദേഹം ആ ജീവിതത്തിന് ഊഞ്ഞാലാക്കുന്ന ആ ദർശനം ആണ് അദ്ദേഹം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൊലക്കുടുക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിയുമെന്ന അരനൂറ്റാണ്ട് മുൻപത്തെ ദർശനം വർത്തമാനകാലത്തും വളരെ പ്രസക്തിയുള്ളതാണ്. ഈ അഭിപ്രായം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അരനൂറ്റാണ്ട് കഴിഞ്ഞാലും ഇന്നും ഭൂമിയിൽ എല്ലായിടത്തും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവുന്നില്ലല്ലോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അസ്വസ്ഥതകളും ഇന്നും യുദ്ധം നടക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ മാരക ശക്തിയുള്ള യുദ്ധവിമാനങ്ങളും അതുപോലെയുള്ള മാരക ശേഷിയുള്ള ബോംബുകളും ഒക്കെ ഇന്ന് ഉപയോഗപ്പെടുന്നുണ്ട് പല രാജ്യങ്ങളിലും. അപ്പോൾ കയറിനെ കൊലക്കുടുക്കാക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരണത്തിന്റെ ദൂതന്മാരെല്ലായിടത്തും പാഞ്ഞു നടക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിതത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന, ജീവിതത്തിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന കവിയുടെ കാഴ്ചപ്പാടിന് ഇന്ന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുന്നുണ്ട്. ജീവിതത്തെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൊണ്ട് നിറയ്ക്കാനാണ് കവി ആഹ്വാനം ചെയ്യുന്നത്. സ്നേഹം മനസ്സിൽ നിറയുമ്പോൾ ലോകം കൂടുതൽ മനോഹരമായിത്തീരുന്നു. അങ്ങനെ ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ കഴിയും എന്നാഗ്രഹിക്കുന്ന ഒരു കവിയെയാണ് നമുക്ക് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ കണ്ടെത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഈ ജീവിതത്തിൽ ഇത്തരം നമ്മൾ ഒരുപക്ഷെ നിസ്സാരമെന്ന് കരുതുന്ന സന്ദർഭങ്ങളായിരിക്കും പിന്നീട് നമുക്ക് മുന്തിയ സന്ദർഭങ്ങൾ, വിലപ്പെട്ട നിമിഷങ്ങളായിട്ട് നമുക്ക് പിന്നീട് അനുഭവപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമാണ്. ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.